ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നതിൽ വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കാണുമ്പോൾ ഇതിൽ വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പം പിന്നീട് നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണാൻ പറ്റുന്നതെന്ന് പറയണം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഏറ്റവും പുതിയതായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന കോഴ്സ് ഇതാണ്. ജനറൽ ഹൈക്കോടതി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി ജനറൽ ഇൻസ്ട്രക്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ്, 10 ഫുൾ സാമ്പിൾ പേപ്പേഴ്സ്, 40 essays, 10 പ്രസി, 10 റീഡിംഗ് കോംപ്രിഹെൻഷൻ, 4 സാമ്പിൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ലഭിക്കും, 10 മോഡൽ എസ്സേസ്. ഇതെല്ലാം വെറും 250 രൂപയ്ക്കാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ സാമ്പിൾ ടെസ്റ്റിന്റെയും കീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമിന്റെ കീ ഈ സെഷൻ കഴിഞ്ഞ ശേഷം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരുപാട് പേര് ഇങ്ങനെ ബാക്കിയുള്ള ബെറ്റർ ആൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല. സോ കീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മാത്രമല്ല നിങ്ങൾ 2 essays അല്ലേ എഴുതുന്നുള്ളൂ, ബാക്കി 2 essaysന്റെയും കൂടി ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമല്ലോ. സോ കീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്കധികം സമയമില്ല, എക്സാം അടുത്തു, ഇനി കുറച്ച് ഡേയ്സ് കൂടെ ഉള്ളൂ. സോ ഇനി നേരെ ഡയറക്റ്റ് കറക്ഷനിലേക്ക് തന്നെ പോവുകയാണ്. ഈ 4 പേപ്പേഴ്സ് ആണ് ഇന്ന് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയാളുടെ പേര് പോട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ഈ എക്സാമിന് വരുന്നത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ്, ഒരു പ്രസി, പിന്നെ 2 essays. ഈ കോംപ്രിഹെൻഷൻ പാസേജിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണ് 1 or 2 സെന്റൻസസിലാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത് കോംപ്രിഹെൻഷൻ പാസേജിന്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആദ്യത്തെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഹാപ്പൻ ഇൻ ദ ഏർലി ഡെക്കേഡ്സ് ഓഫ് ദ 20th century. ആ തന്നിരിക്കുന്ന പാസേജ് എന്ന് പറയുന്നത് BR അംബേദ്കർ പറ്റിയും പിന്നീടുള്ള ഇവിടെ നടന്നിട്ടുള്ള കാസ്റ്റ് മൂവ്മെന്റ്സിനെയും പറ്റിയാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഗ്രാജുവൽ ആൻഡ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ റിഫോംസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഇത്രയും മാത്രം എഴുതിയാൽ പോരാ, നമുക്ക് അതിനകത്ത് എന്തൊക്കെ റിഫോംസ് വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകണം. മോർലി മിൻഡോ റിഫോംസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുണ്ട്, പിന്നെ ഫോർമേഷൻ ഓഫ് മുസ്ലിം ലീഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഫ്രേസ് ആയിട്ട് തന്നെയാണ് ഈ ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് മാർക്കുകൾ ഇപ്പൊ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയല്ല നിങ്ങൾ എഴുതേണ്ടതും. നിങ്ങൾ എഴുതേണ്ട എന്ന് പറയുന്നത് എപ്പോഴും 1 or 2 സെന്റൻസസിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ടു ദ പോയിന്റ് നിങ്ങളുടെ ആൻസർ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം എടുത്തെഴുതുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോംപ്രിഹെൻഷൻ പാസേജിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ആ പാസേജിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിന് നമുക്ക് ഹാഫ് മാർക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വാസ് ലാക്കിംഗ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി അക്കോർഡിംഗ് ടു അംബേദ്കർ? ലാക്ക് ഓഫ് പബ്ലിക് സ്പിരിറ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാസ്റ്റ്. ഇത് സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ഇതിപ്പം സ്മോൾ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ആൻസേഴ്സ് എഴുതുന്നത്. എപ്പോഴും സെന്റൻസ് ആയിട്ട് തന്നെ എഴുതി പോവുക. തുടക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് തന്നെ തുടങ്ങുക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കുക. ഇതിനും ഓക്കെ, അത് പോയിന്റ് ആണ്. പക്ഷെ എന്നാലും സെന്റൻസ് ആയിട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര മാർക്ക് കൊടുക്കാനുള്ള നിവൃത്തിയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ആർ ദളിറ്റ്സ് സോഷ്യലി ഐസൊലേറ്റഡ്? They face permanent social, cultural and economic boycott. ഓക്കെ, നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെ ഇതിനുണ്ട്. സോ ഹാഫ് മാർക്സ് അതിന് കൊടുക്കാൻ പറ്റും. ഇനി 4, what did Jyotiba Phule submit to the Hunter Commission? Monopoly of Brahmins in education and demanded the mass education. ഇത് തന്നെയാണ് ഇതിന്റെ ഈ ആൻസേഴ്സ് എല്ലാം പോയിന്റ് ആണ്. പോയിന്റ് അതേപോലെ തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. പക്ഷെ സെന്റൻസ് ഫോർമാറ്റിൽ തന്നെ ആൻസേഴ്സ് നമ്മൾ എഴുതണം. ഡിസ്ക്രിപ്റ്റീവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് from all parts of the state. ആരുടെയോ ഫോണാണല്ലോ ഓഫ് ചെയ്യണേ. Okay, fifth question എന്തായിരുന്നു? What happened in 1858? In 1858, Department of Public Instruction under Government of Bombay cannot give admission to a low class Mahar student to government school due to the caste issue. ഇത് സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സെന്റൻസിന്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. In 1858, Department of Public Instruction under Government of Bombay, Bombay capital letter ആയിരിക്കണം, could not give admission to a
ലോവർ കാസ്റ്റ് മഹർ സ്റ്റുഡൻറ്, ലോ ക്ലാസ് അല്ല ലോവർ കാസ്റ്റ് ആണ്, ലോവർ കാസ്റ്റ് മഹർ സ്റ്റുഡൻറ് ടു ഗവൺമെന്റ് സ്കൂൾ ഡ്യൂ ടു കാസ്റ്റ് ഇഷ്യൂ. കാസ്റ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സോ ഇതിന് നമുക്ക് 1 മാർക്ക് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വരുത്തുന്ന ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ മാർക്കുകൾ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, കോംപ്രിഹെൻഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിൽ തന്നെ കിടപ്പുണ്ട്. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ള ജോലി മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. 1 or 2 സെന്റൻസസിൽ തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രസിയാണ്, മെഷർമെന്റ് ഓഫ് ഡെമോക്രസി. പ്രസി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈറ്റിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന പാസേജ് അതിപ്പോൾ എത്ര ലെങ്തി ആണെങ്കിലും, അതല്ല എത്ര പാരഗ്രാഫ് ഡിവിഷൻ അതിലുണ്ടെന്നുണ്ടെങ്കിലും, നമ്മൾ എഴുതുമ്പോൾ സിംഗിൾ പാരഗ്രാഫായിട്ട് തന്നെയാണ് എഴുതേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻസർ വായിച്ചു നോക്കാം. The method to measure democracy is not accurate due to its own nature, especially in its approach in the study of inequalities. By the analysis of democracy of different countries, we feel difficulty in answering some questions, which implies the continuous nature of concept of political democracy. There are other issues related to the measurement, such as democratic stability with other variables. So it must be included the stable democracy index. ആ ലാസ്റ്റ് സെന്റൻസ് കുറച്ച് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. സോ എത്ര സെന്റൻസ് ഉണ്ട്? 1, 2, 3, 4 സെന്റൻസ് ഉണ്ട്. ഇതൊരു ഐഡിയൽ ലെങ്ത് ആണ്. നമ്മൾ തന്നിരിക്കുന്ന പാസേജ് ഒരു ആവറേജ് ലെങ്ത് ഉള്ളൂ. ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഒരു 6 or 7 സെന്റൻസസ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. അതല്ല അധികം ലെങ്തി അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 4 to 5 സെന്റൻസസിൽ തന്നെ നമ്മുടെ ആൻസേഴ്സ് ഒതുക്കുക. തന്നിരിക്കുന്ന പാസേജ് 1 or 2 തവണ വായിച്ച ശേഷം എന്താണ് അതിന്റെ മെയിൻ ഐഡിയ എന്നുള്ളത് മനസ്സിലാക്കി ആ പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതിയാവും. പിന്നെ ഇതിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന പാസേജിലെ കംപ്ലീറ്റ് ഇൻഫർമേഷനും നമ്മുടെ ആൻസറിൽ ഉൾക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. മെയിൻ ഐഡിയാസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം, കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് എന്ന് കണ്ടെത്തിയ ശേഷം എടുത്തെഴുതിയാൽ മതിയാവും. സോ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എടുത്തെഴുതുക. നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. 1 hour എന്നുള്ളത് വളരെ കുറഞ്ഞ സമയമാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. സോ ഇതിന് നമുക്കൊരു 7 മാർക്സ് കൊടുക്കാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 60 മാർക്സ് എക്സാമിന് 60 മാർക്കും ഒരിക്കലും കിട്ടില്ല. കാരണം അത് ഈ എന്താ പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ ഒരു ട്രിക്ക് അതാണ്. അവർ അത് നടത്താൻ ഇങ്ങനെ സമയം കുറച്ച് തരുന്നതും അതിന്റെ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്സ് ഒരിക്കലും കിട്ടില്ല. നമ്മൾ എത്ര നല്ല രീതിയിൽ എസ് എഴുതിയാലും ഒരു 2-2.5 മാർക്സ് ഒക്കെ പിടിച്ചായിരിക്കും ഒരു മാക്സിമം ഇടുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ പിടിച്ചേക്കാം. പ്രസിക്കും അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതേസമയം കോംപ്രിഹെൻഷന് നമ്മൾ കൃത്യമായിട്ട് ഓൺ പോയിന്റ് ആൻഡ് ആൻസേഴ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ മാർക്സ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ അത് ഓർത്തിരിക്കുക. ഇതിൽ ഈ ഒരു റാങ്കിൽ വേരിയേഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. അത് പൊതുവെ എന്താണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച സ്റ്റുഡൻസിന് അത് വളരെ ഫെമിലിയർ ആയിരിക്കും, അവർക്കതറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ പേപ്പറിൽ ഉള്ളൂ. ടൈമിന്റെ കൺസ്ട്രെയിൻ കൊണ്ടായിരിക്കാം ബാക്കിയുള്ള എഴുതിയിട്ടില്ല. പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ റെഡി ആക്കുക. സോ ഇതിന് ടോട്ടൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കാം? 1, 2, 3, 7, 10 out of 60. ഇതിൽ മാർക്ക് ഇടുന്നത് കണ്ടിട്ട് ഒരിക്കലും നടക്കണമെന്ന് വിചാരിക്കില്ലേ. ഇത് ജസ്റ്റ് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റാവുന്ന മിസ്റ്റേക്കുകൾ എന്നുള്ളത്. അപ്പൊ ഇനി നെക്സ്റ്റ് പേപ്പറിലേക്ക് പോവാം. വീണ്ടും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What happened in the early decades of the 20th century? In the early decades of the 20th century, the British introduced gradual and limited political reforms in India. ഇത് പകുതി ആൻസറേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മിൻഡോ മോർലി റിഫോംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മുസ്ലിം ലീഗ്, ഇതെല്ലാം ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് 1 മാർക്ക് കൊടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what was lacking in the Indian society according to Ambedkar? According to Ambedkar, Indian society lacked public spirit because of the presence of the unique institution of caste. He also considered that castes are characterized by an inward-looking tendency that almost resemble nations. ഇത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പാസേജിന് അതേപോലെ തന്നെ എടുത്ത് എഴുതിയ പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. സോ അതിനൊരു 1/2 മാർക്ക് എന്തായാലും എടുക്കും. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ആൻസേഴ്സ് തന്നെ എഴുതാൻ പരമാവധി ശ്രമിക്കുക. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ എടുത്ത് എഴുതാവുള്ളൂ. ആ സമയത്ത് വെപ്രാളം കയറി അങ്ങനെ ചെയ്യരുത്. ഇത് മാർക്ക് പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ദളിത്സ് സോഷ്യലി ഐസൊലേറ്റഡ്? ദളിത്സ് ഹാവ് ഫേസ്ഡ് the most concentrated form of social isolation. They were permanently boycotted socially, culturally and economically. ഓക്കെ, ഇത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. അതിന് നമുക്ക് ഫുൾ മാർക്സ് കൊടുക്കാം. 2. നെക്സ്റ്റ്, ജ്യോതിബ ഫുലെ എന്താണ് ഹണ്ടർ കമ്മീഷന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തതെന്നുള്ളത്.
Jyotiba Phule, in his submission to the Hunter Commission, pointed out the monopoly of Brahmins in education and demanded mass education for all. This was perhaps for the first time throughout the world. ഈ ആൻഡ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യരുത്. ഇത് ഞാനിപ്പോൾ മാർക്ക് എടുക്കുന്നില്ല, പക്ഷെ ഇത് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഐഡിയൽ. എപ്പോഴും വേർഡ്സ് ആയിട്ട് തന്നെ എഴുതുക. ഇങ്ങനത്തെ സിമ്പിൾസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പക്ഷെ ഇതിന് മാർക്ക് തരാം, 2 മാർക്സ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഹാപ്പൻഡ് ഇൻ 1858? In 1858, government of Bombay noted that there was strong opposition to the admission of a Mahar boy to a government school and the government felt helpless regarding the matter. ഇതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. അതിന് 2 മാർക്സ് കൊടുക്കാവുന്നതാണ്. ഇനി പ്രസീഡ് ഇതാ ടൈറ്റിൽ ഇല്ല, അവിടെ തന്നെ ഒരു 2-3 മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. There have always been debates around the measurement of democracy since time immemorial. Okay, in initial times, dichotomous indicators were employed and measurement was done on the parameter stability, but this was not an accurate method. Another method involved dividing world into democracies and non-democracies, but sadly, these two turned inefficient since it blurs distinction between borderline cases. One cannot label two countries as 100% democratic, since it will be insensitive to persisting inequalities in the state. Also, another issue is fusion of stability and democracy, because we don't know which one of this is the operative factor at work. ഈ വി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും ഒരു ഒബ്സർവർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ ആൻസേഴ്സ് എഴുതുക. സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിന് അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. സോ ഇത് കുറച്ച് ലെങ്തിയാണ്. 1, 2, 3, 4, 5, 6. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജ് അത്ര ലെങ്തി അല്ല. സോ ഒരു 5 സെന്റൻസിന്റെ ആവശ്യമേ ഉള്ളൂ. 6 സെന്റൻസ് ഉണ്ട്, ബട്ട് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ബട്ട് എന്നിരുന്നാലും ടൈറ്റിൽ ഇല്ല. പിന്നെ ഇതുപോലെ 100% എന്നുള്ള ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്തിരിക്കുക. പിന്നെ വി എന്നുള്ള സെൻസിലൊന്നും കാര്യങ്ങൾ എഴുതാതിരിക്കുക. അപ്പോൾ ഇതിന് നമുക്കൊരു 6 മാർക്സ് കൊടുക്കാം. ഇനി എസ്സേയിലേക്ക് പോവാം. വർക്ക് ഫ്രം ഹോം, എ ബൂൺ ഓർ ബെയിൻ. എസ്സേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് പ്രോപ്പറായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്, അതൊരു 3 or 4 സെന്റൻസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മാക്സിമം 50 വേർഡ്സ്. പിന്നെ മെയിൻ പോർഷൻ അത് ഒരു 2 to 3 പാരഗ്രാഫ്സിൽ എഴുതിയ ശേഷം ലാസ്റ്റ് കൺക്ലൂഷൻ അറൗണ്ട് ഒരു 50 വേർഡ്സ് മാക്സിമം. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്ക് തന്നെ 250 വേർഡ്സിന്റെ ഒരു എസ്സേ ആവും. പാരഗ്രാഫ്സ് എപ്പോഴും ഒരു 50 വേർഡ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ ആൻസർ വായിച്ചു നോക്കാം. Today, as our country strives to detangle itself from the clutches of COVID-19, MNCs across the world and even our education institutions have switched to online mode. Most of the firms and companies, ranging from multinational companies to small-scale entrepreneurs, are providing work from home facilities to its employees. Okay, such a collective decision to switch everything from offline to online has brought huge changes in our society as a whole. It has its own boons and banes. This sudden switch to online mode has made people more technologically equipped. People in their mid-ages who were less tech savvy were forced to learn how to use technology for the sake of their job. Work from home have also reduced the risks of exposure to the deadly virus for people who need to commute in public transport on an everyday basis to reach their workplace. With new inventions coming our way, despite being hit by a virus for more than 2 years, we as a society never went to a standstill. On the other side, there are certain cons too. ഈ കോൺസ് എന്നുള്ള വാക്ക് നമ്മൾ പാസേജിൽ യൂസ് ചെയ്യരുത്, ഞാൻ പറഞ്ഞുതരാം. Work from home involves sitting in front of laptop, mobile phone for continuous prolonged hours. These sometimes include night shifts. Screen time of these people have hit dangerously high levels, which can have physical as well as psychological impacts. Number of people suffering from clinical depression have increased significantly in times of pandemic, and one of the causes stated for that is an increase in screen time. So keeping in mind the whole lot of benefits we get while work from home, we must take into concern its ill effects on our society too. ഇത് കുഴപ്പമില്ലാത്തൊരു ആൻസർ ആണ്, പക്ഷെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ട പ്രശ്നമുണ്ട്. പിന്നെ മെയിൻ ഇഷ്യൂ പാരഗ്രാഫ് ഡിവിഷൻസ് ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്ലെയിൻ ആയിട്ട് എഴുതുന്നതിലും എപ്പോഴും നല്ലത് പാരഗ്രാഫ് ഡിവിഷൻസ് വെച്ച് തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതുക. ഞാൻ പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക.
ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകാതിരിക്കുക. ഇൻട്രൊഡക്ഷൻ വേണം, മെയിൻ പോർഷൻ ഒരു 2 or 3 പാരഗ്രാഫ്സിൽ നിങ്ങൾ എഴുതുക, പിന്നെ കൺക്ലൂഷൻ. ഇങ്ങനെ ഒരു ടോട്ടൽ ഒരു 4 അല്ലെങ്കിൽ 5 പാരഗ്രാഫ്സ് ആയിട്ടായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് വരേണ്ടത്. അതാകുമ്പോൾ ഈ പറയുന്ന കണക്ക് ഇപ്പം ഇതിനനുസരിച്ച് ഇപ്പം ഇതിനകത്ത് നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രൊഡക്ഷനിൽ എന്താണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നെക്സ്റ്റ് പാരഗ്രാഫിൽ അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യുക, അതിനടുത്ത പാരഗ്രാഫിൽ ഡിസഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യുക, പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ, എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ, ഇതൊരു ഫ്യൂച്ചറിൽ എന്താ പറയുക നമുക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ, അതല്ല എന്താണ് ഓഫ്ലൈൻ വർക്കും ഓൺലൈൻ വർക്കും കൂടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണോ നല്ലത് എന്ന് ഒക്കെ ചോദിച്ചുകൊണ്ട് മെൻഷൻ ചെയ്യുക. പിന്നെ ഇതിലും ഒരു സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്. വി എന്ന സെൻസിൽ നിന്ന് യൂസ് ചെയ്തിരിക്കുക. നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരു ഒബ്സർവറായിട്ട് നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവിൽ തന്നെ എഴുതുക. ഓക്കെ, സോ ഈ എസ്ഐക്ക് നമുക്ക് ഒരു 12 അല്ലെങ്കിൽ 13 മാർക്സ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ്. Justice delayed is justice denied. An important concern that have dawned upon our minds these days. ഇവിടെ വീണ്ടും അവർ എന്നുള്ള ഒരു സെൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അതിനകത്ത് പങ്കാളിയേ അല്ല, നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നതേ ഉള്ളൂ എന്താ കാര്യം എന്നുള്ളത്. Minds these days is nothing but the delay in getting justice to the victim in a democracy. Capital terrorization. On a regular basis, we stumble upon such headlines in newspapers. It's saddening in a way to see the procedures and formalities that must be met for proving a culprit guilty in the largest democracy in the world, that is India. അതിന് പാരഗ്രാഫ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. As a proud Indian and believe in the judiciary of our country and take pride in it. I believe എന്നാണ്, അവിടെ ആവശ്യമില്ലത്, അങ്ങനെ സബ്ജക്റ്റീവായിട്ട് എഴുതരുത്. But it's a known fact that our country is too slow paced in giving punishment and final verdicts on some of the most heinous crimes ever committed. Compared to nations like Saudi Arabia, where penalty for a crime committed is too brutal, our nation is far behind in executing proper penalties in time. Due to the long-ending battle that need to be fought to acquire justice, many feel devastated and lose hope and faith and will gradually withdraw the legal fight. Delaying the justice can have emotional turmoil on the victim that can be equalized for denying justice. So for restoring the faith of hope in our judiciary, certain amendments, if made, will be highly desirable that can reduce the time taken for settling legal battles. ഈ രണ്ട് എസ്സേസും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഉള്ള ഒരാളാണ്. പക്ഷെ ഈ ആൻസറിൽ നമ്മൾ മിസ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഡിലേഡ് ജസ്റ്റിസ് വരുന്നു. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എഴുതുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന കണക്ക് ഒരു ഡിലേ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വരുന്നു എന്നുള്ളത് വ്യക്തമായി നമ്മൾ പറയണം. അതിന്റെ കാര്യമാണ് ലീഗൽ പെൻഡൻസി എന്ന് പറയും. അങ്ങനെ ഒരു ക്ലിയർ ടേം ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് നമ്മുടെ ഇത്രയും വലിയ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ പോപ്പുലേഷൻ നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രീവൻസസ് നമുക്കുണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇനഡിക്വേറ്റ് നമ്പർ ഓഫ് ജഡ്ജസ് ഒരു വലിയ കാരണമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടും അതുപോരാതെ തന്നെ ഈ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഇനഫക്റ്റീവ്നെസ് അല്ല, ഒരു അൺപോപ്പുലാരിറ്റി ഒക്കെ കൊണ്ടുമാണ് ഈ പറയുന്ന കണക്ക് പെട്ടെന്ന് നമുക്ക് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റാത്തത്. അതേസമയം ഓരോ കേസും അത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസോടെ തന്നെ നോക്കിക്കാണേണ്ട രീതിയുണ്ട്. സോ എന്തൊക്കെയായാലും ടൈം എടുക്കും. ആസ് നമ്പർ ഓഫ് കേസസ് ഇൻക്രീസസ്, അതുകൊണ്ട് തന്നെയാണ് ഡിലേ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കണം നമ്മൾ. പിന്നെ ഇതിനകത്തെ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയല്ലോ. അപ്പൊ ഇതിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഒരു 12 മാർക്സ് കൊടുക്കാം. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ ലെങ്ത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. 2 പേജ്. ഞങ്ങൾ നേരത്തെ ആൻസർ ബുക്ക്ലെറ്റ് നോക്കിയപ്പോഴും പ്രീവിയസ് ഡിസ്ക്രിപ്റ്റീവിന്റെ ആൻസർ ബുക്ക്ലെറ്റ് നോക്കിയപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, 2 പേജസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. മാത്രമല്ല നമ്മൾ 250 വേർഡ്സിൽ എസ്സേ 1 hourൽ എഴുതുക എന്ന് പറയുമ്പോൾ 2 പേജിനപ്പുറം എഴുതുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര സ്പീഡിൽ എഴുതുന്ന ഒരാളായാലും പറ്റില്ല. അതുകൊണ്ട് 2 പേജിൽ തന്നെ മാക്സിമം നിങ്ങളുടെ ആൻസേഴ്സ് നിർത്തി എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. സോ ഇതിനപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കൊടുക്കാം? 12 plus 13 25, 25 plus 6 31, 31 plus 6 37, 39.5. ഓക്കെ, നെക്സ്റ്റ് പേപ്പറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
എന്തൊക്കെയാണ് 20th centuryയുടെ ബിഗിനിങ്ങിൽ നടന്നതെന്നുള്ളതല്ലേ. യെസ്. ഡ്യൂറിങ് early 20th centuries, ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് പൊളിറ്റിക്കൽ റിഫോംസ് ഇൻ ഇന്ത്യ. എന്തൊക്കെ റിഫോംസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ 1 മാർക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് അംബേദ്കർ പറഞ്ഞത്? അക്കോർഡിംഗ് ടു അംബേദ്കറിന്റെ സ്പെല്ലിംഗ് തെറ്റാണല്ലോ. According to Ambedkar, there is lack of public spirit because of the existence of unique institution of caste. ഇത് അതേപോലെ എടുത്ത് എഴുതിയിരിക്കുകയാണ്, ബട്ട് ഓക്കെ. Even though Hindus and Dalits are lived physical proximity, Dalits have faced isolation as they prioritize their interest over public interest. അല്ലല്ല എൻ്റെ ആൻസർ. അവരുടെ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ബോയ്ക്കോട്ട് വന്നു എന്നുള്ളതല്ലേ ആൻസർ. സോ അതിന് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ജ്യോതിബ ഫുലെ എന്താണ് സബ്മിറ്റ് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻ. ജ്യോതിബ ഫുലെ സബ്മിറ്റഡ് ടു ഹണ്ടർ കമ്മീഷൻ ദാറ്റ് pointing the monopoly of Brahmins in education and demanded mass education for all. Education demanded mass education for all. Jyotiba Phule submitted to Hunter Commission that there exists monopoly of Brahmins in education and demanded mass education for all എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെയിറ്റ് എ സെക്കൻഡ്, ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലായിരുന്നു. അപ്പം ഹാഫ് മാർക്ക് അവിടെ പിടിക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ ഈ ഫോർത്ത് ആൻസറിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. സോ 0.5. ഇനി 1858 എന്ത് സംഭവിച്ചു? 1858 ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഗവൺമെന്റ് ഓഫ് ബോംബെ നോട്ടഡ് ദാറ്റ് ഒപ്പോസിഷൻസ് റിഗാർഡിംഗ് ടു ദ അഡ്മിഷൻസ് ഓഫ് എ Mahar boy to government school, a committee named the Hunter Commission was appointed to evaluate the situation. ഇത് ഒട്ടും ക്ലിയർ ആയിട്ടുള്ള ആൻസർ അല്ലല്ലോ. എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് പറയണ്ടേ. ഹണ്ടർ കമ്മീഷനിൽ ഇവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ക്ലിയർ ആയിട്ട് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് പറയണം. സോ അതിന് 1 മാർക്ക്. ഇനി പ്രൊസീഡ്. ടൈറ്റിലില്ല, മാർക്ക് പോയി. Empirical study of political democracy concern the measurement of democracy. Studies show that this would adversely affect the analysis, appealing to divide the world into democracies and non-democracies. ഹലോ സാർ, ആൻസർ ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് സൂം ചെയ്യാമോ? ഒരു സെക്കൻഡ്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ബെറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇതില് പാരഗ്രാഫ് ഡിവിഷൻസ് വന്നിട്ടുണ്ട്. അതോടെ തന്നെ ഇതിന്റെ ഫോർമാറ്റ് തെറ്റി. സോ മാത്രമല്ല ഇത്രയും നമ്മൾ ഒരിക്കലും എഴുതേണ്ട കാര്യമില്ല. 4 or 5 സെന്റൻസസിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിപ്പോൾ വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഇതിനൊരു 4 മാർക്സ് കൊടുക്കാം. ഇനി എസ്സേസ്, ഡിലേഡ് ജസ്റ്റിസ്, അനദർ ഡെഫിനിഷൻ. ഹലോ, ഈ എസ്സേക്ക് ടൈറ്റിൽ വേണമെന്ന് മസ്റ്റ് ആണോ? വേറെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറഞ്ഞ ടൈറ്റിൽ മസ്റ്റ് അല്ലാന്ന് അതൊരു ഡൗട്ട് വന്നു. ടൈറ്റിൽ വെക്കുന്നത് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. ടൈറ്റിൽ വേണ്ട വയ്ക്കരുതെന്ന് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. ഞങ്ങൾക്കറിയാവുന്ന ഫോർമാറ്റ് വെച്ച് എല്ലാം ടൈറ്റിൽ വെച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോഴും ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ടൈറ്റിൽ വെച്ചിട്ട് എസ് എഴുതുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. മസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എസ്ഐക്ക് മസ്റ്റ് അല്ല. മസ്റ്റ് അല്ല, നല്ല എഴുതരുതെന്ന് എടുത്ത് പറയുകയും ചെയ്തു. സാറേ, നമുക്ക് വരുന്ന ഹെഡിങ് ആണോ എഴുതേണ്ടത് എസ് ഐക്ക്? അല്ല, നമുക്ക് സ്വന്തമായിട്ട് ടൈറ്റിൽ ഇടാം. നമ്പർ മാത്രം വെച്ച് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. അല്ല, ഞങ്ങൾ തിരക്കിയപ്പോഴും അറിഞ്ഞത് ടൈറ്റിൽ വേണം എന്നുള്ള സെൻസിൽ തന്നെയാണ്. ഓക്കെ. ഡിലേഡ് ജസ്റ്റിസ്, അനദർ ഡെഫിനിഷൻ ഫോർ ഇൻജസ്റ്റിസ് എന്നാണ് ടൈറ്റിൽ. India has largest and well-written constitution. It has prominent features and well-known qualities. Spelling mistake ആണ് മൊത്തം. Constitution of India is considered as largest. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആവശ്യമില്ല. Largest written constitution in India. Is it possible to ensure that our justice system is one giving justice to our citizens? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഒരിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ എസ്സേയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. അഥവാ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ആൻസർ അടുത്ത സെന്റൻസിൽ കൊടുത്തിരിക്കണം. ഓക്കെ.
പിന്നെ delayed justice is another definition of injustice. These laws and systems are framed to be given justice to people, not for making them troubles. It is observed that many കുറേ മിസ്റ്റേക്സ് ഉണ്ട്. സോ ഇതിനൊരു 10 മാർക്സ് കൊടുക്കാം. വർക്ക് ഫ്രം ഹോം, അനദർ എഫക്ട് ഓഫ് പാൻഡമിക്. ആരുടെയും മൈക്ക് ഓൺ ആണ്, ഓഫ് ചെയ്ത് വെക്കൂ. താങ്ക് യു. വർക്ക് ഫ്രം ഹോം, അനദർ എഫക്ട് ഓഫ് എന്തോ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം സാർ, കുഴപ്പമൊന്നുമില്ല. കേൾക്കാം സാർ. Work from home, another effect of pandemic. The entire world has witnessed pandemic. Because of this, there are a lot of changes happened all over the world in aspects which include our lifestyle, economic, etc. All are forced to change ourselves because of the invisible virus. Regular classes are shifted to online. Likewise, work from home also get promotion. Officials are forced to do their duties at home. It will mostly affect computer professionals. This also created some health problems to office stresses, irritation of eyes. Studies reveal that mental health of officials and professionals became worse, and many of them consulted experts because of stress of jobs. ഓക്കെ, ഇതിനകത്ത് കുറച്ചുകൂടെ പോയിന്റ്സ് വരേണ്ടതായിട്ടുണ്ട്. സോ ഇതിനൊന്നൊരു 10 മാർക്സിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ലെങ്ത് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പേജസിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ആൻസേഴ്സ് എഴുതുക. പിന്നെ ആ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ച് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഫാസ്റ്റായിട്ടും കുറച്ച് പോയിന്റ്സ് വരുന്ന രീതിയിലും ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാലും പ്രശ്നമില്ല. മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, ഹൈക്കോർട്ടിന് ഒരിക്കലും നമ്മൾ 60 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് അവർക്ക് യാതൊരു നിർബന്ധമില്ല. ഇത് നമ്മുടെ കയ്യിലാണ്, എങ്ങനെ നമ്മൾ ക്ലവറായിട്ട് അത് ആൻസർ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇതിന് 2 എസ്സേക്ക് 20 മാർക്സ്, 24, 25, 26.5, 28, 29. ലാസ്റ്റ് ആൻസർ ഷീറ്റ്. ഓ ഹലോ സാർ, ഈ ഡിസ്ക്രിപ്റ്റീവിന് ഒരു ടോട്ടൽ 16 അല്ലേ? അപ്പൊ അതിൽ നമ്മൾ ഒരു ആവറേജ് നമ്മൾ എത്ര അറ്റൈൻ ചെയ്യണം ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തണമെങ്കിൽ? പരമാവധി മാർക്ക് അറ്റൈൻ ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇതുണ്ടല്ലോ, ഒബ്ജക്റ്റീവ് പേപ്പറിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇത് വാല്യൂ ചെയ്യുന്നുണ്ട്. സോ അതിലെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ ആൻസർ നോക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ. സാർ, ഡിസ്ക്രിപ്റ്റീവിന് വെയിറ്റേജ് കൂടുതലുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? ഇല്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ഈ ഒരു ഇതിൽ തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഒബ്ജക്റ്റീവിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോക്കും, എന്നിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിന്റെയൊക്കെ വാക്യപരിധി എത്രയാണെന്ന് പറയുമോ? വാക്പരിധി പറയാം. ഇപ്പോ കോംപ്രിഹെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, 2 സെന്റൻസ് അല്ലെങ്കിൽ മാക്സിമം 3 സെന്റൻസ്, അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. പ്രസിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രസിയുടെ ഐഡിയൽ ലെങ്ത് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പാസേജ് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കി അതിന്റെ 1/3 ഒക്കെ എടുക്കുന്നതാണ് ഐഡിയൽ ലെങ്ത്. പക്ഷെ ചിലപ്പോൾ ഇത് എത്ര വേർഡ്സ്, പക്ഷെ നമുക്ക് ഈ 1 മണിക്കൂർ പരീക്ഷയിൽ വാക്കെണ്ണി കളിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ സെന്റൻസിന്റെ എണ്ണം പറയുന്നത്. ഒരു 4 to 5 സെന്റൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു 1/3 പോർഷൻ ഓൾമോസ്റ്റ് എത്തിക്കാൻ സാധിക്കും. പിന്നെ ലെങ്ത് കൂടുതലായിട്ടുള്ള പാസേജ് ആണെന്നുണ്ടെങ്കിൽ മാത്രം 6 or 7 സെന്റൻസസ് യൂസ് ചെയ്യുക. ഇത് എസ്ഐക്ക് വരുന്ന വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 300 വേർഡ്സ് ആണ് മാക്സിമം. 250 to 300 വേർഡ്സ് ആയിരിക്കും അവർ പറയുന്നത്. സോ അതൊരു 2 പേജസ് മാക്സിമം വരുന്ന രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി ശീലിക്കുക. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് ആൻസർ കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സർ, എത്ര എസ്ഐ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്? 2 എസ്ഐ. അത് മസ്റ്റ് ആണല്ലേ? മസ്റ്റ് ആണ്. ഓപ്ഷൻസ് കാണും, 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ നിന്ന് ഏതെങ്കിലും 2. Okay. What happened in the early decades of the 20th century? The early decades of the 20th century was a period when gradual and limited political reforms were made by British India. Many reforms were introduced, namely
മോഡൽ വിൻഡോ റിഫോംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എക്സെട്ര. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തതും കൂടെ വേണമെങ്കിൽ പറയാം, ബട്ട് പ്രശ്നമില്ല. ഇതിന് നമുക്ക് 2 മാർക്സ് കൊടുക്കാം. ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പറയാം, ഇതോടെ നോക്കിയിട്ട് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് അംബേദ്കർ പറഞ്ഞതെന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു അംബേദ്കർ, ദ ലാക്കിംഗ് ഫാക്ടർ ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി വാസ് lack of spirit among the public due to discrimination on the basis of caste, religion, etc. Public interests were often neglected as a result of minority discrimination. Okay, 2 marks. However, Dalits socially isolated. Dalits in India have always faced a type of permanent social, cultural, and economic boycott. They were socially isolated in many ways, such as no political representation was given to them, social interests were suppressed, etc. Okay, good answer. Jyotiba Phule എന്താണ് സബ്മിറ്റ് ചെയ്തത്? Jyotiba Phule in his submission to the Hunter Commission pointed out that the monopoly of Brahmins in education and demanded mass education for all without any caste discrimination. I'll answer തന്നെയാണ്. ഇനി ഈ ആൻസർ കുറച്ച് ക്ലിയർ അല്ല. In 1858, the Department of Public Instruction, Government of Bombay, reported about the opposition to the admission of a Mahar boy to a government school. It was so strong that they could not do anything about it. Okay, 2 marks. Importance of political democracy. Earlier, the study of political democracy, title under single paragraph തന്നെയാണ്. Earlier, the study of political democracy included only about the measurement of democracy, but evidence showed this method would adversely affect analysis, especially on the study of income inequality. This method has many shortcomings. Dichotomizing democracy lumps together different types of democracies prevailing in different countries. Other pivotal measurement of political democracy is something which measures stability of democracy also. This method was useful for people or nation who include stability as important factor. An important factor. Okay. ഇതിൽ എത്ര സെന്റൻസ് ഉണ്ട്? 1 2 3 4 5. ഓക്കെ, സോ ഇത് കുഴപ്പമില്ലാത്ത ആൻസർ ആണ്. 7.5 കൊടുക്കാം. Next essays, impact of COVID-19 on Kerala economy. In short, we can say that we are living in a COVID era for the past 2 years, and we are facing or going through the most difficult days in our lives. It includes various social, economic, and psychological impacts. അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആൻസർ എഴുതി അയക്കാഞ്ഞതാണോ അതോ സാറേ എത്ര വേർഡ്സ് ആണെന്ന് പറയാം സാറേ? 250 to 300 words. എത്ര പേജസ് ഉണ്ടാവും സാധാരണ നോർമൽ? 2 pages maximum. സാറേ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറേ ഈ എസ്സേയിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ കോഡ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അത് കോഡ്സ് അതുപോലെ തന്നെ സാറേ നമ്മള് ഇനിയിപ്പോ നമ്മള് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇത് ചോദിക്കൂലേ വെച്ചിട്ട് നമ്മള് അപ്പൊ നമ്മൾ അങ്ങനെ ഇഡിയംസ് അതുപോലെ തന്നെ ഇനിയിപ്പോ ഭരണഘടന ചോദിക്കുമ്പോ ആർട്ടിക്കിൾസ് ഒക്കെ കൊടുക്കുക, അങ്ങനെ ഒരു നമുക്കൊരു അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ എസ്സേക്ക് മാർക്ക് ഇടാൻ പറ്റില്ല, ഇത് ഇത്രയും ഒരു ഷോർട്ട് പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് ഫ്രം ഹോം. ഫസ്റ്റ് പാരഗ്രാഫ് അത്ര ക്ലിയർ അല്ല, എന്നാൽ ഞാൻ വായിക്കാൻ ശ്രമിക്കാം. The entry of COVID-19 has made many remarkable changes in the lives. വായിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, സോറി. Working from home system has many advantages and equally some disadvantages. Now, if we focus on merits, we can say one of the most important thing was avoid the difficulties of travel from our home to the workplace. Those who were working in distant areas are able to come back to the easy home atmosphere. ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്
ഏറ്റവും വലിയ പ്രശ്നം. Talking about the economic impact on Kerala, it mainly includes unemployment and degradation of standard. അപ്പോൾ ഇത് ഓക്കെ, ഇത് മിക്സപ്പ് ആയതാണ് പേപ്പർ. അയച്ചതിൽ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? Now if we focus on the other rule of the work from home advantages ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് വരാം. Most of the companies provided flexible working timing for the employee, whether from the strict timing followed in the ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വായിക്കാൻ. All are surrounded by their colleagues, etc., which can reduce stress to a great extent. But working from home is something very much different with the situation and is therefore tiresome for many. So let us conclude that working from home is a system which is good to some extent and some grounds, but it has so many disadvantages too. Okay. ഇതിരിക്കുന്ന ആൻസർ വലിയ പ്രശ്നമില്ല, പക്ഷേ ഇത് മിക്സപ്പ് ആയി പോയി എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് എനിക്ക് വായിക്കാനും പറ്റിയിട്ടില്ല. സോ അതിനൊരു 11 മാർക്സ് കൊടുക്കാം. നെക്സ്റ്റ് ഇതിന്റെ ബാക്കി ഞാൻ വായിക്കാം. ഇൻ ഷോർട്ട് വി ക്യാൻ സേ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, വി എന്നുള്ള സെൻസിലൊന്നും ആൻസർ എഴുതരുത്. That we are living in a COVID era for the past 2 years and we are facing or going through the most difficult days in our lives. It includes various social, economic and psychological impacts. Talking about the economic impact on Kerala, it mainly includes unemployment and degradation. And degradation of standard of living of the people. Due to widespread unemployment, many of the Keralites who were migrated to foreign countries came back in Kerala, and here too they could not find jobs easily in the pandemic situation. As a result, many of the families were struggling to meet both ends of their lives and was facing difficulty in getting their daily bread. Not only the poor who were the victims, but also the middle class salaried persons who lost their jobs. As a whole, the overall economic condition of Kerala was affected adversely. In-depth analysis further point on many factors such as parents were not able to afford good education to their children. It resulted in elimination of education. Termination of education for many students who were not able to avail and afford online learning facilities. Good point. And the living standard of people has come down. Pandemic situation adversely affected all areas and sections of the state, such as agriculture, industries, services, etc. On the whole, Kerala was also a true victim of COVID-19. ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, ഒരു എക്കണോമിക് സെൻസിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, എങ്ങനെയാണ് കോവിഡ് കേരള എക്കണോമിയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കേരള എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ലോ ഫിനാൻഷ്യൽ ഇതിൽ നിന്നുകൊണ്ട് എങ്ങനെ ഹൈ സോഷ്യൽ ഇൻഡസ്ട്രീസ് കേരളം അച്ചീവ് ചെയ്തു, അതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഇഷ്യൂ നമ്മുടെ ഹെൽത്ത് സെക്ടർ അതുപോലെ തന്നെ സ്ട്രെച്ച്ഡ് ആയി. ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ്, ഈ ഗൾഫ് റിട്ടേണീസ് വന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുറത്തെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നതിനനുസരിച്ച് ടെസ്റ്റിംഗ് റേറ്റ് കൂടുകയും അതിനോടനുസരിച്ച് നമ്മുടെ കോവിഡ് റേറ്റ് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ അത്രയും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ റിസോഴ്സസ് ഹെൽത്ത് സെക്ടറിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അത് കാരണം നമ്മുടെ ഖജനാവ് കാലിയാവുകയും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഫോറിൻ റെമിറ്റൻസ് ആണ് കേരളത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, കേരള എക്കണോമിയുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് വീക്കെൻഡായി, ടൂറിസം വീക്കെൻഡായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ ഇപ്പം എന്താണ് അവസ്ഥ? ഇതില് ബിവറേജസ് ഉൾപ്പെടുത്താമോ? കാരണം ബിവറേജസും ഭയങ്കര വീക്കായ സെഷൻ ആണല്ലോ. ഉൾപ്പെടുത്താമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. സോ ഇതിപ്പോൾ ജസ്റ്റ് എന്താണ്, ഒരു വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ആൻസർ ആണ്. പോയിന്റ്സ് ഇൻവാലിഡ് ആണ് എന്നുള്ളതല്ല, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാവുന്ന ഒരു എസ്സേ ആണിത്. സോ അതിന് ഒരു 11 മാർക്സ് കൊടുക്കാം. 22, 29.5.
10 marks, 39.5. ഓക്കെ, സോ ഈ 4 ആൻസേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ള ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർക്ക് ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൂടെ വെച്ച് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും എങ്ങനെ എഴുതണം എന്നുള്ള സെൻസിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കോഴ്സ് ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ പേപ്പേഴ്സും സാമ്പിൾ ടെസ്റ്റും ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഇത് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. നിങ്ങൾ സ്വയം എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ തന്നിരിക്കുന്ന ഈ 40 essays എന്ന് പറയുന്നത് അതിനകത്തൊരു 10 ക്വസ്റ്റ്യൻസോളം ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആൻസേഴ്സ് എഴുതാം. അത്ര പോയിന്റ്സ് ആയിട്ട് എടുത്ത് പറയാം. ഹലോ, റെക്കോർഡിംഗ് അവൈലബിൾ ആണ് YT-യിൽ? നിങ്ങളുടെ YT ചാനൽ അപ്ലോഡ് ചെയ്യുമോ? ഇടും. സാർ, ഒരു ഡൗട്ട്. നമ്മുടെ ഈ കോഴ്സില് 40 essays ഓൾറെഡി എഴുതിയേക്കണേ നമുക്ക് കിട്ടും അല്ലേ? കിട്ടും. കാരണം ഇതിനകത്ത് 40 essays വരുന്നതിൽ ഒരു 10 ക്വസ്റ്റ്യൻസോളം എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് എന്നുള്ള സെൻസിൽ തന്നിരിക്കുന്നതാണ്. കാരണം എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ളത് അതിനകത്ത് ഇൻഡിവിജ്വലി നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വെച്ച് തന്നെ എഴുതാം. എന്ന് വെച്ചാൽ എന്നുള്ള സെൻസിൽ ഒന്നും യൂസ് ചെയ്ത് എഴുതരുത്, പക്ഷേ കുറച്ചുകൂടെ ഒക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്തൊക്കെ എഴുതാവുന്ന ആൻസേഴ്സ് ആണ്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ എവിടെയും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അവരൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഹലോ സാറേ. ഹലോ സാറേ, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നമ്മൾ പാസീവ് വോയിസ് ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതിയോ സാറേ? ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. പാസീവ് വോയിസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. സ്വന്തമായിട്ടുള്ള ആൻസർ എഴുതുക. ഓക്കെ. ഹലോ. ഈ നോർമൽ A4ഉം നമ്മുടെ ഹൈക്കോർട്ടസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ പേപ്പറിന്റെ ലെങ്തും അപ്പൊ രണ്ടിനും തമ്മിലുള്ള ലെങ്ത്തിന് വ്യത്യാസമുണ്ടോ? അപ്പൊ നോർമൽ പേപ്പർ A4 എഴുതി പഠിക്കുമ്പോൾ ഹൈക്കോർട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ വേർഡ്സ് ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ A4 എന്നുള്ളൊരു കണക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ റോൾഡ് ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. എന്തോ റോൾഡ് ബുക്ക്ലെറ്റ് ആണോ കിട്ടും? ബുക്ക്ലെറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ റോൾഡ് ആണോ? റോൾഡ് അല്ല, പ്ലെയിൻ ആണ്. ഓക്കെ. ഹലോ സാർ. പറഞ്ഞത് സാർ, ബാക്കിയുള്ളവരുടെ ആൻസർ കൂടെ കറക്റ്റ് ചെയ്ത് തരുമോ? അതായത് 4 മാത്രമേ കറക്റ്റ് ചെയ്യുള്ളൂ? ഇത് 4 കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനേ ഇപ്പോൾ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ആൻസേഴ്സ് കളക്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അല്ല സാർ, ഞങ്ങളുടെ മാർക്ക് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ സാർ, എത്ര പ്രോഗ്രസ് ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ് ചോദിച്ചത്. അതിനുള്ള ടൈം ഇല്ല. എനിക്ക് നേരത്തെ അങ്ങനെയല്ല സാർ, പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് മാർക്ക് മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഇതുപോലെ അറിയണ്ട, മാർക്ക് മാത്രം അറിയാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു സാർ. ശ്രമിക്കാം കേട്ടോ, ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓക്കെ സാർ. ഹലോ സാർ. ഹലോ. ഇപ്പൊ നടത്തിയ ഈ ഒരു എക്സാമില് ഒരുവിധം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത, അതായത് ടോപ്പായിട്ട് വരുന്ന ഒരു 2 പേരുടെ പേപ്പർ നമുക്ക് PDF ആയിട്ട് കിട്ടുമോ? അങ്ങനെ പേപ്പർ വെച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കിട്ടിയ ആൻസേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ടാണ് ഈ 4 എടുത്ത് റാൻഡമായിട്ട് 4 എടുത്ത് ഇട്ടത്. ആ തന്നിരിക്കുന്ന ആൻസേഴ്സിലൊന്നും ഒരു എന്താണ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതില്ല. അതല്ല, അപ്പൊ എല്ലാം വാലുവേറ്റ് ചെയ്താല് ഒന്നെങ്കിലും ഒരു ഐഡിയൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലേ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ കുറച്ച് ഏറ്റവും നല്ലതായിരിക്കണ്ടേ. അതിനാണ് ഞങ്ങൾ കീ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ ആൻസേഴ്സ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പൊ ചരിച്ചെഴുതുമല്ലോ, അതായത് ഇറ്റാലിക്സ് ആയിട്ട് എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ആണോ കുറച്ചുകൂടെ പ്രിഫറബിൾ, അതേ നമ്മൾ സാധാരണ എഴുതുന്നതാണോ, ചരിച്ചല്ലാതെ എഴുതുന്നതാണോ കുറച്ചുകൂടി? അങ്ങനെയൊന്നുമില്ല, എലിജിബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ. ഹലോ. പറഞ്ഞു സാറേ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മുടെ ഈ കോംപ്രിഹെൻഷനകത്ത് ഈ 5 ക്വസ്റ്റ്യൻസ് ഓരോ സെന്റൻസ് വീതം എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? 1 or 2 sentences.
1 to 2 seconds. Thanks. സാറേ എസ്സേയുടെ നമ്മൾ ടോട്ടൽ ബുക്ക്ലെറ്റിന് 2 പേജസ് ആണ് എഴുതുന്നത്. 250 വേർഡ്സ് എന്ന് പറയുമ്പോൾ 2 പേജസ് എഴുതണോ? എത്ര നേരത്തെ ബുക്ക്ലെറ്റിൽ 2 പേജസ് ആണ് ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ്. സോ ഇത്തവണയും 2 പേജസ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. മാത്രമല്ല അതിലൊക്കെ എഴുതാനുള്ള സമയം നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ എഴുതാൻ വലിയ പാടായിരിക്കും. 2 പേജ് കംപ്ലീറ്റ്ലി നമ്മൾ എഴുതണം അല്ലെ? കംപ്ലീറ്റ്ലി ആ 2 പേജ് കംപ്ലീറ്റ് എഴുതുമ്പോഴായിരിക്കും 250 കൗണ്ട് ചെയ്യും. ഒരു 1.5 അതൊക്കെ 1.5 to 2 അതിനിടയ്ക്ക് നിർത്താൻ പറ്റിയ ബെറ്റർ. ഓക്കെ സാർ. അവിടെ കുട്ടി കരയുന്നുണ്ടല്ലോ, മൈക്ക് ഓഫ് ചെയ്യൂ. പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയോ? എന്തോ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അത് പറയും, ഗ്രൂപ്പിൽ പറയും. സെഷൻ കഴിയുമ്പോൾ ഗ്രൂപ്പിൽ പറയും. ഹലോ സാറേ. പറഞ്ഞേ സാറേ, ഈ 2 പേജ് എന്ന് പറയുന്നത് 1 പേപ്പർ അല്ലേ സാർ? അതന്നെ 2 ഇതായിട്ട് കാണും, 2 പേജ് ആയിട്ട് കാണും. 2 പേജ്, അതാണ് 1 പേപ്പർ തന്നെയല്ലേ അത് അതിന്റെ ഏത് സൈഡിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. സർ, ലെറ്റർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവിടെ എവിടെയോ കേട്ടിരുന്നില്ല. നേരത്തെ ഫോർമാറ്റ് ആയിരുന്നു ലെറ്റർ വരുന്നത്. ഇതിന്റെ മാർക്ക് ഡിവിഷൻ ഞാനൊന്ന് പറയാം. ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞോട്ടെ. നേരത്തെ ഫോർമാറ്റിൽ ഒരു ലെറ്റർ, ഒരു പ്രസി, ഒരു എസ്സേ, അത് 40 മാർക്സിനായിരുന്നു ആ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഇത്തവണ 60 മാർക്സിന് വെച്ചിരിക്കുന്നത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ്, ഒരു പ്രസി, 2 എസ്സേ ഇങ്ങനെയാണ്. ഇതിൽ കോംപ്രിഹെൻഷൻ പാസേജിന് 10 മാർക്ക്, 5 ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം 10 മാർക്ക്, പ്രസിക്ക് 10 മാർക്ക്, എസ്സേ ഓരോന്നിനും 20 മാർക്ക് വെച്ച്. അപ്പൊ നേരത്തെ ഫോർമാറ്റിൽ എസ്സേക്ക് തന്നിരുന്നത് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷനായിട്ട്. അതിലേതെങ്കിലും ഒരു എസ്സേ എടുത്തെഴുതുക എന്നുള്ള സെൻസിൽ. അപ്പോൾ ഇത്തവണ 2 എസ്സേ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എടുത്തെഴുതാനായിരിക്കും അവർ ചോദിക്കുക. സോ 10 + 10 20 + 2 × 20 40, ടോട്ടൽ 60 മാർക്സ് ആണ് ഇതിൻ്റെത്. മാർക്ക് ഡിവിഷൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ലെറ്റർ റൈറ്റിംഗ് ഇത്തവണ ചോദിക്കില്ല. അവർ ക്ലിയർ ആയിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റർ റൈറ്റിംഗ് മാറ്റി പകരം കോംപ്രിഹെൻഷൻ, പ്രസി, എസ്സേ റൈറ്റിംഗ് ഇത് 3 ആണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലെറ്റർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പൊ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് നോക്കിക്കോളൂ. ഓക്കെ സാർ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. സാർ ഈ പറഞ്ഞുതരാം. ഹലോ സാർ, നമ്മൾ ഈ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നൊന്ന് പറയുമോ? അതായത് 1 മണിക്കൂറും കൊണ്ട് ഈ 2 എസ്സേയും ഒരു പ്രസിയും ഒരു കോംപ്രിഹെൻഷൻ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം ഐഡിയൽ ആയിട്ടൊരു ടൈം ഡിവൈഡ്? ഐഡിയൽ ആയിട്ടുള്ള ടൈം ഡിവൈഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കൂടുതൽ മാർക്സ് വരുന്ന ഏതിനാണ്? 40 മാർക്സ് എസ്സേക്കാണ്. 20 × 2 40 മാർക്സ്. സോ അതിന് മാക്സിമം ടൈം കൊടുത്ത് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതിന് ഇപ്പം കോംപ്രിഹെൻഷൻ ഒക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിൽ തന്നെ ആൻസർ കിടപ്പുണ്ട്, അത് ലൊക്കേറ്റ് ചെയ്താൽ മതിയോ. അത് വൃത്തിയായിട്ട് എടുത്തെഴുതുക. അതിനൊരു 10 to 15 ഓരോ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോ സെക്ഷനും ഒരു 15 മിനിറ്റ്സ് വെച്ച് ഇത് ചെയ്യുക. എന്ന് വെച്ചാൽ കോംപ്രിഹെൻഷൻ ഒരു 15 മിനിറ്റ്സ്, പ്രസിക്ക് ഒരു 15 മിനിറ്റ്സ്, അതുപോലെ തന്നെ ഓരോ എസ്സേക്കും 15 മിനിറ്റ്സ് വെച്ച് എഴുതി പോവുക. അതാണ് ഒരു ഐഡിയൽ ടൈം ആയിട്ട് പറയാൻ ഇപ്പൊ പറ്റൂ. പിന്നെ ബാക്കി നിങ്ങളുടെ സ്പീഡും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതനുസരിച്ചൊക്കെ ഇരിക്കും. ഓക്കെ സർ. ഈ പാക്കേജിൽ നമുക്ക് ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ? ഇല്ല, ഒബ്ജക്റ്റീവ് വരുന്നില്ല. ഇത് ഡിസ്ക്രിപ്റ്റീവ് മാത്രമാണ്. അത് ഒബ്ജക്റ്റീവിന്റെ വേറെ ഉണ്ടോ? ഒബ്ജക്റ്റിന്റെ വേറെ ബാച്ച് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഇനി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. അത് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാത്രമായിട്ടുള്ള സെറ്റ് ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാത്രമായിട്ടുള്ള സെറ്റ് ഒബ്ജക്റ്റീവിനുണ്ട്, നമ്മുടെ സ്റ്റോറിലുണ്ട്. ഒബ്ജക്റ്റീവിന്റെ ടെസ്റ്റ് ഫുൾ പാക്കേജ് ഉണ്ട്. അത് 500 ആണ് ഇപ്പൊ നമ്മളെ വില. രണ്ടും ഉണ്ടോ അതിലോ? ഇല്ലില്ല, ഒബ്ജക്റ്റീവിന്റെ പാക്കേജും പിന്നെ ഇത് സെപ്പറേറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവിന്റെ പാക്കേജും. ഒബ്ജക്റ്റീവിൽ 15 ടെസ്റ്റുകളാണ് വരുന്നത്, ഫുൾ ടെസ്റ്റുകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ഇതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയല്ലേ ഡിസ്ക്രിപ്റ്റീവ്? ഉടനെ തന്നെയാണ്. സർ, പറഞ്ഞോളൂ. ആ ടൈം ഡിവിഷന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക സർ, പ്ലീസ്. ഓക്കെ, 15 മിനിറ്റ്സ് ഈച്ച്. കോംപ്രിഹെൻഷൻ ഒരു 15 മിനിറ്റ്സ്, പ്രസിക്ക് ഒരു 15 മിനിറ്റ്സ്, ഓരോ എസ്സേക്കും 15 മിനിറ്റ്സ്.
ഇതൊരു ഐഡിയൽ ഇതായിട്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾ എഴുതുന്ന സ്പീഡും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഓർഡറിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് പോയിന്റ്സ് ഒക്കെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള അനുസരിച്ചൊക്കെ ഇരിക്കും ഈ പ്രാക്ടീസിങ്. അതേ പറയാൻ പറ്റും സാർ. പിന്നെ 60 മിനിറ്റ്സിന് 60 മാർക്സ് ആണെങ്കിൽ 1 മിനിറ്റിന് 1 മാർക്ക്, ആ ഒരു പാറ്റേണിൽ പോയിക്കൂടെ? ആ ഒരു പാറ്റേണിൽ എങ്ങനെ എഴുതാൻ പറ്റും? കാരണം നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഒരു ഇതിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊക്കോളൂ. ഞാൻ ഹലോ ഓക്കെ സാർ. ഓക്കെ. വേറെ ആരെങ്കിലും? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാക്കേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും എസ്സേസും പ്രസി റീഡിംഗ് കോമ്പ്രഹൻഷൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറയാൻ വന്നപ്പോൾ എന്നെ ഇന്ററപ്റ്റ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഈ 40 എസ്സേസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ ഹൈക്കോർട്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ നോക്കിയിട്ടുള്ളപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണത്. പൊതുവെ ഈ പറയുന്ന കണക്ക് ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. സോ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു സേഫ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണം, വേറെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പൊതുവെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും സാധാരണ ചോദിക്കുക. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നീട് ടെക്നോളജിക്കൽ സൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, എക്കണോമി റിലേറ്റഡ്, ഇപ്പം മൈഗ്രന്റ് ലേബേഴ്സ്, ഇമ്പാക്ട് ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ് ഇൻ കേരള എക്കണോമി, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ COVID-19 എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അതെന്താണ്, എങ്ങനെയാണ് ഫാമിലി റിലേഷൻസിനെ ബാധിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സെൻസിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കേരള സ്പെസിഫിക് ആയിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ സെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഈ എസ്എ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറലി ഉള്ള സെൻസിൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ബാക്കി 10 ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ഈ പ്രസി റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇതിൽ രണ്ടിലും ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എവിടെ നിന്ന് വേണമെങ്കിലും റാൻഡം ആയിട്ട് അവർ ചോദിക്കാം. പ്യൂർലി ലിറ്ററേച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് തന്നിരിക്കുന്ന എല്ലാം മോഡൽസ് എന്നുള്ള സെൻസിലാണ്. നിങ്ങൾക്കത് മാക്സിമം പ്രയോജനപ്പെടും തന്നെ വിശ്വസിക്കുന്നു. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. സാറേ, ലാസ്റ്റ് ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസി എഴുതുമ്പോഴേ നമുക്ക് അതിന്റെ ഐഡിയ ഫുള്ള് ആ രീതിക്ക് കിട്ടിയാൽ പോരെ. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് പറയാൻ വിട്ടുപോയാൽ അത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞാലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഒരു ലോജിക്കൽ സെൻസിലായിരുന്നാൽ ഒരു പ്രശ്നമില്ല. അതിന്റെ ഓർഡർ തെറ്റിയാലും പ്രശ്നമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സാറേ. പറഞ്ഞല്ലോ. സാറേ, ഡിസ്ക്രിപ്റ്റീവ് മെറ്റീരിയൽ നമുക്ക് PDF ആയിട്ട് എടുക്കാൻ പറ്റുമോ, പ്രിന്റ് എടുക്കാൻ പറ്റുമോ? പ്രിന്റ് അത് PDF ആയിട്ടായിരിക്കും തരുന്നത്. അല്ല, അത് PDF നമുക്ക് അല്ലാതെ പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ പറ്റുമോ സാറേ? അങ്ങനെ പഠിക്കാവോ? ഇല്ല, ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് ആപ്പിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. ഞങ്ങൾ തരുന്ന ആൻസേഴ്സ് അതുപോലെ തന്നെ ചെയ്യാതിരിക്കുക. നിങ്ങൾ കഴിയുന്നതും എഴുതി തന്നെ പഠിക്കുക. അതിലാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം ഇരിക്കുന്നത്. ഞങ്ങൾ തരുന്ന ആൻസേഴ്സ് അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് വായിച്ച് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. മാക്സിമം എഴുതി പഠിക്കുക. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ ഈ മെറ്റീരിയൽസ് നമുക്ക് ലാപ്പിൽ വ്യൂ ചെയ്യാൻ പറ്റുമോ? ഇത് ലാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലാപ്പിൽ വ്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൊബൈലിന്റെ ആപ്പ് ഉണ്ട്, അപ്പൊ അതിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ലാപ്പിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ സാർ.
സർ ഒരു ഡൗട്ട്. പറഞ്ഞോ. ഈ പ്രിസി എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതണമെന്നുണ്ടോ? പാസ്റ്റ് ടെൻസിൽ എഴുതുന്നതാണ് ഐഡിയൽ. പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ച് യൂസ് ചെയ്യണമെന്നുണ്ടോ? ഇൻഡയറക്റ്റ് സ്പീച്ച് യൂസ് ചെയ്യണമെന്നുണ്ട്. കോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സാർ. താങ്ക് യു സർ.